ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. സിഎം തിരുവില്ലാമല ലോക്കൽ സമ്മേളനം മാർച്ച് 16-17 തീയതികളിൽ നടക്കും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാമത് സമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചുകൊണ്ട് ലോക്കൽ സമ്മേളനത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണവും മറ്റു പരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. തിരുവില്ലാമലയ്ക്കകത്ത് ലോക്കൽ സമ്മേളനം ഈ വരുന്ന 16-17 ദിവസങ്ങളിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. 16-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് പൊതുയോഗവും പ്രകടനവും അതിശക്തമായി നടത്തുന്നതിന് വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് വൈകിട്ട് തന്നെ പൊതുയോഗം ബസ് സ്റ്റാൻഡിൽ വെച്ച് മുൻ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് KP രാജേന്ദ്രൻ ഔപചാരികമായി ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 17 നടക്കുന്ന പ്രതിനിധി സമ്മേളനം തിരുവില്ലാമല SM ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രതിനിധി സമ്മേളനം നടക്കുകയാണ്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് രമേഷ് കുമാറാണ്. പൊതുവെ തിരുവില്ലാമലയ്ക്കകത്ത് ഈ സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ 12 ബ്രാഞ്ച് സമ്മേളനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ലോക്കൽ സമ്മേളനം അതിഗംഭീരമായി പാർട്ടിയുടെ ശേഷിക്കനുസരിച്ച് പ്രൗഢിയോടുകൂടി തന്നെ നടത്തണമെന്നാണ് പാർട്ടി തീരുമാനം. എന്തായാലും അതിൻ്റെ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും അത് കൃത്യമായി തന്നെ അതിൻ്റെ നടപടി പാർട്ടി അനുശാസിക്കുന്ന നടപടിക്രമങ്ങളുമായി പാർട്ടി ലോക്കൽ സമ്മേളനം ഈ വരുന്ന 16-17 ദിവസങ്ങളിൽ തിരുവില്ലാമലയിൽ വിപുലമായി തന്നെ നടത്തുന്നതിന് വേണ്ടി പാർട്ടി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തിരുവില്ലാമല ലോക്കൽ സമ്മേളനം 16-17 തീയതികളിലായി നടക്കും. 16-ാം തീയതി പൊതുസമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ റവന്യൂ മന്ത്രിയുമായ KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ടൗൺ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ വിവിധ പ്രമുഖരായ നേതാക്കൾ പങ്കെടുക്കും. 17-ാം തീയതി SM ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉദ്ഘാടനം ചെയ്യും. CPI തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സത്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മധു ആനന്ദ് എന്നിവർ സമ്മേളന പരിപാടികളെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടാണ് ലോക്കൽ സമ്മേളനത്തിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നാട്ടിൽ ഉത്സവങ്ങളുടെ കാലമാണ്. നമ്മുടെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഉത്സവം പോലെ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. വളരെ ഗൗരവത്തോടു കൂടിയും ആവേശത്തോടു കൂടിയുമാണ് ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവരുടെ ആത്മാർത്ഥമായ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളും ഇനി നടക്കാൻ പോകുന്ന ലോക്കൽ സമ്മേളനത്തിലും നാം കാണാൻ പോകുന്നത്. തിരുവില്ലാമലയുടെ തിരുവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ഒരു കൂട്ടായ്മ തന്നെ ലോക്കൽ സമ്മേളനത്തിൻ്റെ പ്രകടനത്തിലുണ്ടാവും. അതിനുശേഷം പ്രതിനിധി സമ്മേളനം തിങ്കളാഴ്ച 17-ാം തീയതി KC കണ്ണൻ നഗറിൽ അല്ലേ. പൊതുസമ്മേളനം നടക്കുന്നത് നമ്മുടെ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന കുറേ കാലം ഈ പാർട്ടിയെ തിരുവില്ലാമലയിൽ നയിച്ച രമ്യ രാമേട്ടൻ സഖാവ് രമ്യ രാമു നഗറിലാണ് അർപ്പിച്ചുകൊണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള രമ്യ രാമു നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. അതിനുശേഷം പ്രതിനിധി സമ്മേളനം നമ്മുടെ വർഷങ്ങളോളം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ഈ പാർട്ടിയെ തിരുവില്ലാമലയ്ക്കകത്ത് ആവേശത്തോടുകൂടി നയിച്ച സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന സഖാവ് KC കണ്ണൻ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാമധേയത്തിലുള്ള നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. അങ്ങനെ 2 ദിവസങ്ങളിലായി ഈ പ്രസ്ഥാനം തിരുവില്ലാമലയ്ക്കകത്ത് 1ാമത്തെ പ്രസ്ഥാനമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട ക്രമീകരണം നടത്തുന്ന സമ്മേളന നടപടികളാണ് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. CCV ന്യൂസ്, തിരുവില്ലാമല.